ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനെ പൂവിൻ്റെ പുതിയൊരു പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രൊമോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കാൻ നമ്മുടെ സുധീരൻ ജോലി കിട്ടിയത് കാനഡയിലേക്കാണെന്നും അതിനുവേണ്ടി പോകണമെങ്കിൽ 14 ലക്ഷം രൂപ കൊടുക്കണമെന്നൊക്കെ പറയുന്ന സമയത്ത് ജോലിയൊന്നും കിട്ടാതെയാണ് നമ്മുടെ ചന്ദ്ര വെറുതെ കരഞ്ഞതല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്കും രവിയും സച്ചിയും പരസ്പരം നോക്കിയെന്ന് ഭയങ്കര ചിരിയാണ് കേട്ടോ. റൂമിലേക്ക് ചെന്നതിന് ശേഷം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചതിന് രവി ഒരുപാട് ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് സച്ചി വന്നിട്ട് പറയാണ്, അച്ഛൻ ഇത്രയും വളരെ സന്തോഷത്തോട് കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. അച്ഛൻ ഏത് സമയത്ത് ഇതുപോലെ ഹാപ്പി ആയിട്ടിരിക്കണം, അതാണ് ഞങ്ങളുടെയൊക്കെ സന്തോഷം എന്നൊക്കെ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹിമ നേരെ ശ്രീകാന്തിനെ കാണാനായിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് വളരെ മോശമായ രീതിയിൽ തന്നെ ശ്രീകാന്തിനോട് പെരുമാറുകയാണ്. താൻ തന്നുവിട്ടിരിക്കുന്ന പാസിൽ ടൂർ പോകില്ല എന്ന് ശ്രീകാന്ത് പറഞ്ഞതിന്റെ കാരണം എന്താണെന്നും ഇത് ശരിക്കും ഞങ്ങൾ അവഹേളിക്കുന്നതിന് വേണ്ടി ചെയ്താണെന്നെല്ലാം മഹിമ ശ്രീകാന്തിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴത്തേക്കും റെസ്റ്റോറൻറ്റിലല്ല എല്ലാവരും തന്നെ ശ്രീകാന്തിനെ നോക്കുക. സമയത്ത് ആദ്യമൊക്കെ നമ്മുടെ ശ്രീകാന്ത് മയത്തിൽ പറയുന്നുണ്ട്, ഇത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്, ഇവിടെ വന്ന് ഒച്ചെടുക്കലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മഹിമ അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. മഹിമ വീണ്ടും വീണ്ടും ശ്രീകാന്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം മഹിമയോട് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ശ്രീകാന്ത് ഒച്ചപ്പാടുണ്ടാക്കിയാണ് കേട്ടോ. അങ്ങനെ നാണം കേട്ട് തന്നെയാണ് മഹിമ അവിടെ നിന്ന് പോകുന്നത്. ഈ ഒരു വിവരം അറിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ വർഷ ശ്രീകാന്തിനെ കുറ്റപ്പെടുത്തുകയാണ്. അതായത്, നിനക്ക് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കീഴിൽ പാസ് കിട്ടിയ സമയത്ത് നിനക്ക് കോംപ്ലക്സ് ആണ്, നീ ഇങ്ങനെ ആയി പോയില്ലേ ശ്രീകാന്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും വർഷയും തമ്മിലാണ്. ഇതേ സമയം തന്നെ സച്ചി ഓട്ടോ ഓടിച്ചു വരുന്നത് ശ്രുതി കാണാൻ ഇടയാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പ്രമോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.